ഒരു സ്പോഞ്ച് കൊണ്ട് ഒരാളുടെ മുഖം തുടച്ചാൽ അയാളുടെ സ്വത്തമാകെ മാറിപ്പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലണ്ടനിലെ തെരുവുകളിൽ ഭിക്ഷയാചിച്ച് നടന്നിരുന്ന അങ്ങേയറ്റം വിരൂപനായ ഒരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ഒരു മാന്യനായി മാറുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ച. ലണ്ടൻ തെരുവിലെ ഭിക്ഷക്കാരനായ ഹ്യൂബോണിൻ്റെ മുഖം ഹോംസ് കഴുകി തുടയ്ക്കുമ്പോൾ തെളിയുന്നത് വെറുമൊരു മുഖമല്ല, മറിച്ച് ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യമാണ്. ദ മാൻ വിത്ത് ദ ട്വിസ്റ്റഡ് ലിപ്പ്. മുച്ചുണ്ടൻ്റെ കഥ അവസാന ഭാഗം. ദൈവമേ, ഇത് തീർച്ചയായും ആ കാണാതായ മനുഷ്യനല്ലേ? ഫോട്ടോയിൽ നിന്ന് എനിക്ക് ഇയാളെ അറിയാം, ഇൻസ്പെക്ടർ പറഞ്ഞു. വിധിക്ക് സ്വയം വഴിപ്പെടുന്ന ഒരു തകർന്ന മനുഷ്യനെ പോലെ തടവുപുള്ളി തിരിഞ്ഞു. ശരിയാണ്, ഞാൻ കാണാതായ ആള് തന്നെയാണ്. എന്താണ് എൻ്റെ പേരുള്ള കുറ്റം? അയാൾ ചോദിച്ചു. നെവിൻ സെൻക്ലെയറുടെ തിരോധാനത്തിന് പിന്നിൽ സോറി, നിങ്ങൾ തന്നെയാണല്ലോ നെവിൻ സെൻക്ലെയർ. പിന്നെ ആത്മഹത്യാശ്രമം തെളിയിക്കാത്തതുകൊണ്ട് അതും പറ്റില്ല, ഇളിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു. കഴിഞ്ഞ 27 വർഷമായി ഞാൻ പോലീസിലുണ്ട്, എന്നാൽ ഇതുപോലൊരിക്കലും ഞാൻ ഇളഭ്യനായിട്ടില്ല. ഞാൻ നെവിൻ സെൻക്ലെയർ ആണ്, കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ്. അതിനാൽ അനധികൃതമായി എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിയമപരമായി നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല നെവിൻ, പക്ഷേ വലിയൊരു തെറ്റ് നിങ്ങൾ കുടുംബത്തോട് ചെയ്തിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഭാര്യയല്ല സാർ, കുട്ടികളായിരുന്നു പ്രശ്നം. തടവ് പുള്ളി ഞരങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ ഓർത്ത് ഒരിക്കലും ലജ്ജിക്കാനിടയാകരുത് എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ സാർ. ഇങ്ങനെ ഒരു അച്ഛൻ അവർക്കൊരു നാണക്കേടായിരിക്കും. ഷെർലക് ഹോംസ് അയാളുടെ കിടക്കക്കരിയിലിരുന്നു. തോളത്ത് മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. ഇക്കാര്യം കോടതിയിൽ തെളിയിക്കാൻ വിടുകയാണെങ്കിൽ എല്ലാം പരസ്യമാകും. അത് ഒഴിവാക്കാനാവില്ല. നേരെ മറിച്ച് നിങ്ങൾക്കെതിരെ കേസൊന്നുമില്ലെന്ന് പോലീസ് അധികാരികളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊന്നും പത്രത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നതെന്തും ഇൻസ്പെക്ടർ ബാർസ്ട്രീറ്റ് കുറിച്ചെടുത്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുമെന്ന് എനിക്ക് നിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ കേസ് കോടതിയിലേക്ക് പോവില്ലെന്നും തീർച്ചയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാർ, വികാരധീരനായി തടവുപുള്ളി പറഞ്ഞു. എൻ്റെ കുട്ടികൾക്ക് മഹാമോശമായ എൻ്റെ ഈ രഹസ്യം ഒരു കുടുംബമാലിന്യമായി അവശേഷിപ്പിക്കുന്നതിനേക്കാൾ തടവ് ശിക്ഷയോ വധശിക്ഷ പോലുമോ ഞാൻ സഹിച്ചേനെ സാർ. എൻ്റെ കഥ കേൾക്കുന്ന ആദ്യത്തെയാൾ നിങ്ങളാണ്. ചെസ്റ്റർഫീൽഡിലെ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു എൻ്റെ പിതാവ്. അവിടെ നല്ല വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചു. ചെറുപ്പത്തിൽ ഞാൻ ധാരാളം യാത്ര ചെയ്തു, നാടകങ്ങളിൽ അഭിനയിച്ചു. ഒടുവിൽ ലണ്ടനിലെ ഒരു സായാഹ്നപത്രത്തിൽ റിപ്പോർട്ടറായി. പട്ടണത്തിലെ ഭിക്ഷക്കാരെക്കുറിച്ച് ഒരു ലേഖന പരമ്പര എഴുതണമെന്ന് പത്രാധിപർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാമെന്നേറ്റു. എൻ്റെ വീരകൃത്യങ്ങളെല്ലാം അവിടെ നിന്നാണ് സാർ തുടങ്ങുന്നത്. ശരിക്കും ഭിക്ഷക്കാരനായി തന്നെ ഭിക്ഷാടനം നടത്തിയാലേ ലേഖനങ്ങൾക്ക് അടിസ്ഥാനപരമായ വസ്തുതകൾ കിട്ടൂ എന്നെനിക്കറിയാമായിരുന്നു. നടനായിരുന്നപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന രഹസ്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിരുന്നു. അതിനാൽ അണിയറയ്ക്കുള്ളിൽ എൻ്റെ കഴിവിന് പ്രശസ്തിയുണ്ടായി. ആ നേട്ടങ്ങൾ കൊണ്ട് മുതലെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. മുഖത്ത് ചായം പൂശി കഴിവുള്ളത്ര ദയനീയമായി തോന്നിക്കാൻ വലിയൊരു വടുവുണ്ടാക്കി. ഒരു വശത്തെ ചുണ്ട് മാംസത്തിൻ്റെ നിറമുള്ള ചെറിയ പ്ലാസ്റ്റർ കൊണ്ട് മേലോട്ട് വളച്ചു. പിന്നെ അനുയോജ്യമായ വേഷത്തോടും ചുവന്ന തലമുടിയോടും കൂടി പട്ടണത്തിലെ ഏറ്റവും തിരക്കാർന്ന സ്ഥലത്ത് ഒരു ഭിക്ഷക്കാരനെ പോലെയും പ്രകടമായ തീപ്പെട്ടി കച്ചവടക്കാരനായും യഥാർത്ഥത്തിൽ ഭിക്ഷക്കാരനായും സ്ഥാനമർപ്പിച്ചു. 7 മണിക്കൂർ ഞാൻ ആ കച്ചവടം തുടർന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 26 ഷില്ലിങ്ങും 4 പെൻസും എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ ലേഖനങ്ങൾ എഴുതി. അതേക്കുറിച്ചൊന്നും പിന്നീട് ആലോചിച്ചതേയില്ല. കുറേ നാൾ കഴിഞ്ഞ് ഒരു സുഹൃത്തിന് ജാമ്യം നിന്ന വകയിൽ 25 പവൻ തിരിച്ചടയ്ക്കാനുള്ള വക്കീൽ നോട്ടീസ് കൈപ്പറ്റും വരെ. തുക എങ്ങനെ ഉണ്ടാക്കുമെന്നറിയാതെ ഞാൻ കുഴങ്ങി. പെട്ടെന്നൊരാശയം എനിക്ക് തോന്നി. ഉത്തമർണനോട് ഞാൻ 2 ആഴ്ചത്തെ സാവകാശം വാങ്ങി. മുതലാളിയോട് കുറേ ദിവസത്തെ അവധിയും. പിന്നെ പട്ടണത്തിൽ വേഷപ്രച്ഛന്നനായി തെണ്ടി നടന്നു. 10 ദിവസത്തിനകം എനിക്ക് വേണ്ടത് കിട്ടി. കടം വീട്ടുകയും ചെയ്തു. അല്പം ചായം കൊണ്ട് മുഖം വികൃതമാക്കി തൊപ്പിത്തറയിൽ മലർത്തി വെച്ച് അനങ്ങാതിരുന്നാൽ ഒരു ദിവസം കൊണ്ട് 2 പവൻ നേടാമെന്നറിയാവുന്ന ഞാൻ ആഴ്ചയിൽ 2 പവൻ ശമ്പളത്തിനു വേണ്ടി കഠിനാധ്വാനം ആവശ്യമുള്ള ജോലിയിൽ എങ്ങനെ ഉറച്ചിരിക്കും? പണവും അഭിമാനവും തമ്മിൽ നീണ്ട ഒരു മത്സരം നടന്നു. ഒടുവിൽ പണം തന്നെ വിജയിച്ചു. ഞാൻ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു. ആദ്യം തിരഞ്ഞെടുത്ത ആ തെരുവിലെ മൂല തന്നെ ദിവസവും ഇരിക്കാനായി തിരഞ്ഞെടുത്തു. ബീഭത്സമായ മുഖത്താൽ സഹതാപമുണർത്തി എൻ്റെ കേശകൾ നിറയെ കാശ് നേടിപ്പോന്നു.
ഒരാൾ മാത്രമേ എൻ്റെ രഹസ്യം അറിഞ്ഞിരുന്നുള്ളൂ. സ്വാണ്ടൻ ലെയിനിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ. അവിടെ നിന്നാണ് ഞാൻ എന്നും രാവിലെ തെണ്ടിയായി വെളിയിലേക്ക് ഇറങ്ങി വന്നിരുന്നത്. വൈകുന്നേരം അന്തസ്സായി വസ്ത്രധാരണം ചെയ്ത് മാന്യനായി മടങ്ങിയിരുന്നതും അവിടെ നിന്ന് തന്നെ. ഞാൻ അയാൾക്ക് നല്ല വാടക നൽകിയിരുന്നു. അതുകൊണ്ട് അയാൾ എൻ്റെ രഹസ്യം ഭദ്രമായി സൂക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. വളരെ വേഗം ഗണ്യമായ തുകകൾ ഞാൻ സമ്പാദിച്ചുകൊണ്ടിരുന്നു. ലണ്ടൻ തെരുവിലുള്ള ഏതൊരു യാചകനും ഒരു വർഷം 700 പവൻ സമ്പാദിക്കാനാവുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എൻ്റെ ശരാശരി വരുമാനത്തേക്കാൾ കുറവാണ് ഈ തുക. മേക്കപ്പ് ചെയ്യാനുള്ള അസാധാരണ കഴിവ് എനിക്കുണ്ടായിരുന്നല്ലോ. തന്നെയല്ല, പരിചയം കൊണ്ടും ചുട്ട മറുപടി കൊടുക്കാനുള്ള കഴിവ് കൊണ്ടും ഞാൻ എന്നെ പട്ടണത്തിലെ പ്രശസ്തനായ ഒരു കഥാപാത്രമാക്കി. ദിവസം മുഴുവൻ പെനിയും വെള്ളിയുമായി നാണയങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരുന്നു. 2 പവനെങ്കിലും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായ ദിവസമായിരുന്നു. ധനവാനാകും തോറും ഞാൻ കൂടുതൽ കൊതിയനുമായി. ഗ്രാമത്തിൽ വീടെടുത്തു, പിന്നെ വിവാഹം കഴിച്ചു. എൻ്റെ ശരിയായ ജോലിയെക്കുറിച്ച് ആർക്കും ഒരു സംശയത്തിനും ഇടയുണ്ടാക്കിയില്ല. എനിക്ക് പട്ടണത്തിൽ ബിസിനസ് ഉണ്ടെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ധരിച്ചിരുന്നത്. എന്താണ് ബിസിനസ് എന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അന്നത്തെ ബിസിനസ് കഴിഞ്ഞ് കറുപ്പ് സങ്കേതത്തിൻ്റെ മുകളിലത്തെ മുറിയിൽ വെച്ച് വേഷം മാറുന്നതിനിടയിൽ ജനലിലൂടെ നോക്കിയ ഞാൻ വഴിയിൽ എന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ഭാര്യയെ കണ്ടു. ഞാൻ അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും നിലവിളിച്ചു പോയി. മുഖം കൈകൊണ്ട് മറിച്ച് വിശ്വസ്തനായ ലാസ്കറുടെ അടുത്തേക്കോടി. ആരെയും എൻ്റെ അടുത്തേക്ക് വിടരുതെന്ന് അപേക്ഷിച്ചു. ഞാൻ അവളുടെ ശബ്ദം താഴെ കേട്ടു. പക്ഷേ അവൾക്ക് കയറാൻ ഒക്കുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. വേഗം ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു ഭിക്ഷക്കാരൻ്റെ വേഷമണിഞ്ഞു. ചായക്കൂട്ടുകളും കൃത്രിമ മുടിയും വെച്ചു. ഭാര്യയുടെ കണ്ണുകൾക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധം അത്ര പൂർണ്ണമായി ഞാൻ വേഷം മാറി. എന്നാൽ ആരെങ്കിലും എൻ്റെ മുറി പരിശോധിച്ചാൽ എൻ്റെ വസ്ത്രങ്ങൾ എന്നെ ചതിച്ചേക്കാമെന്ന് തോന്നി ഞാൻ ജനൽ തള്ളിത്തുറന്നു. പക്ഷേ ആ ശ്രമത്തിനിടയിൽ അന്ന് രാവിലെ കിടപ്പുമുറിയിൽ വെച്ചുണ്ടായ ഒരു മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു. പിന്നെ എൻ്റെ കോട്ടെടുത്ത് അന്നത്തെ സമ്പാദ്യം കൊണ്ടു നടന്നിരുന്ന തുകൽ സഞ്ചിയിൽ നിന്ന് ചെമ്പ് നാണയത്തുട്ടുകൾ വാരി നിറച്ചു ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. അത് തെംസ് നദിയിൽ അപ്രത്യക്ഷമായി. മറ്റു വസ്ത്രങ്ങളും പുറകെ എറിഞ്ഞേനെ. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ പടികയറി വരുന്ന ബഹളം കേട്ടു. എന്നാൽ നെവിൻ സെൻക്ലെയർ ആണ് ഞാനെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അയാളുടെ കൊലപാതകി എന്ന നിലയിൽ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആശ്വാസമായി. സാർ, താങ്കൾക്ക് ഇനി എന്തെങ്കിലും വിശദീകരിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിവുള്ളത്ര നാൾ എൻ്റെ പ്രചന്നവേഷം സൂക്ഷിക്കണമെന്നാണ് ഞാൻ നിശ്ചയിച്ചിരുന്നത്. അതിനാലാണ് ഞാൻ എൻ്റെ വൃത്തികെട്ട മുഖം അങ്ങനെ സൂക്ഷിച്ചത്. എൻ്റെ ഭാര്യയ്ക്ക് ആശങ്കയുണ്ടായിരിക്കുമെന്ന് തോന്നിയതിനാൽ ഞാൻ മോതിരമൂരി പോലീസുകാർ എന്നെ നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് കുറിപ്പോടെ ലാസ്കറുടെ കയ്യിൽ കൊടുത്തുവിട്ടു. ആ എഴുത്ത് ഇന്നലെയാണ് താങ്കളുടെ ഭാര്യയുടെ കയ്യിൽ കിട്ടിയത്, ഹോംസ് പറഞ്ഞു. ദൈവമേ, അവൾ എങ്ങനെയായിരിക്കും ഒരാഴ്ച കഴിച്ചുകൂട്ടിയത്? പോലീസുകാർ ഈ ലാസ്കറെ വീക്ഷിച്ചുകൊണ്ടിരുന്നു, ഇൻസ്പെക്ടർ പാർട്ട് സ്ട്രീറ്റ് പറഞ്ഞു. ആരും കാണാതെ എഴുത്ത് പോസ്റ്റ് ചെയ്യാൻ അയാൾ വളരെ വിഷമിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അയാൾ അത് പരിചയമുള്ള വല്ല നാവികരുടെയും കയ്യിൽ ഏൽപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ കുറേ ദിവസത്തേക്ക് താങ്കൾ കൊടുത്ത കത്തിൻ്റെ കാര്യം അയാൾ മറന്നുപോയിരിക്കാം. ആ, അതങ്ങനെയാവാം, സമ്മതിച്ച് തലയാട്ടിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. പക്ഷേ നിങ്ങളെ ഭിക്ഷാടനത്തിന് ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ലേ? പലതവണ സാർ. പക്ഷേ ഒരു പിഴ ശിക്ഷ കൊണ്ട് എനിക്ക് എന്താണ്? എന്തായാലും ഇതിവിടെ നിർത്തണം, ബാറ്റ് സ്ട്രീറ്റ് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പോലീസുകാർ ഈ വസ്തുത മൂടി വെക്കണമെങ്കിൽ മേലിൽ ഹ്യൂബൂണ് ഇനി ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവിത്രമായ പ്രതിജ്ഞകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു സർ. അങ്ങനെയെങ്കിൽ മേൽ നടപടികളൊന്നും എടുക്കാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ നിങ്ങളെ ഇനിയും പഴയ വേഷത്തിൽ കണ്ടാൽ എല്ലാം പുറത്താവും. മിസ്റ്റർ ഹോംസ്, ഈ സംഭവങ്ങളെല്ലാം നേരെയാക്കി തന്നതിന് ഞാൻ അങ്ങയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഈ നിഗമനങ്ങളിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹോംസ് പറഞ്ഞു. ഞാൻ അതിലെത്തിയത് 5 തലയണകളിലിരുന്നും 1 ഔൺസ് പുകയില വലിച്ചുമാണ്. വാട്സൺ, ബേക്കർ സ്ട്രീറ്റിലേക്ക് വണ്ടി വിടുകയാണെങ്കിൽ പ്രാതലിനുള്ള സമയത്ത് നമുക്ക് എത്താനാകും. നെവിൻ സെൻക്ലെയറിന്റെ രഹസ്യം പുറം ലോകം അറിഞ്ഞില്ലെങ്കിലും ഷെർലക് ഹോംസിന്റെ ഡയറിയിലെ വിചിത്രമായ കേസുകളിൽ ഒന്നായി അത് മാറി. പ്രിയ കൂട്ടുകാരെ, ചാനലിൻ്റെ പേരിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കഥയോരം മലയാളം സ്റ്റോറീസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ കഥകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം നമ്മുടെ ചാനലിലേക്ക് ഓടി വന്നോളൂ. കഥകൾ കേൾക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കല്ലേ കേട്ടോ. ബൈ.